ഓരോ ഇമോഷനും ഓരോ പവേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ പവറ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് വേറൊരു സ്വർഗ്ഗ ലോകത്തേക്കായിരിക്കും. നരകലോകവുമാകാം. ഒരിക്കലും നരകം നമ്മളെപ്പോഴെന്തുവാ പറയുന്നത്, സ്വർഗമാണ് എപ്പോഴും വലുതെന്നല്ലേ. പക്ഷെ നരകത്തിലും സ്വർഗം കണ്ടെത്തുന്നതാണ് യഥാർത്ഥ സന്തോഷം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് വിക്ടറി ഈസ് ബെസ്റ്റ് ഫ്രണ്ട് ഈസ് ഫെയിലിയേഴ്സ്. വിക്ടറി ഫെയിലിയർ ഇല്ലാതെ ഒരിക്കലും ഇല്ല. അവർ രണ്ടുപേരും നല്ല ക്ലോസ് കണക്ഷനാണ്, ഒരു ക്ലോസ് ബോണ്ടിങ് ആണ് ഫെയിലിയറും വിക്ടറിയും തമ്മിൽ. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ വിക്ടറി ഇല്ലാതെ ഒരിക്കലും ഫെയിലിയേഴ്സ് ഇല്ല. ഒരു വണ്ടി എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വണ്ടി പഠിക്കണമെങ്കിൽ 18 വയസ്സിന് താഴെ, അങ്ങനെ ചെറിയ ഏജ് ലിമിറ്റുകളുണ്ട്. ശരിയാണ്, നമ്മൾ റൂൾസ് ഫോളോ ചെയ്യണം. പക്ഷേ ഇത്തരത്തിലുള്ള അംബീഷൻസ്, ഇത്തരത്തിലുള്ള ടാലൻറ്റുകളിന് ഒരിക്കലും ഏജ് ലിമിറ്റില്ല. അത് ഏതാണെങ്കിലും, ചെറിയ കുട്ടിയാണെങ്കിലും വലിയ ഒരു മുതിർന്ന ഒരാളാണെങ്കിലും എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നമസ്കാരം എല്ലാവർക്കും. അക്ഷരങ്ങൾ കലയുടെ എഴുത്തായി പകർന്നു നൽകിയ മഹാനായ എഴുത്തുകാരൻ MT വാസുദേവൻ സാറിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ആദ്യമേ പ്രണാമം. വായനയാണ് ലഹരി എന്ന ഈ KLIBF എഡിഷൻ 3യുടെ ആശയം എന്തുകൊണ്ടും ഉതകും ഈ വായനാ ലോകത്ത്. എഴുത്തും അതേപോലെ തന്നെ വായനയും എന്തുകൊണ്ടും ഈ ഒരു KLIBF എഡിഷൻ 3 എന്ന ഈ വലിയൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എല്ലാ ആളുകൾക്കും, വലുതൊന്നുമില്ല ചെറുതൊന്നുമില്ല, ഏതൊരാളുകൾക്കും തീർച്ചയായിട്ടും ഒരു വലിയൊരു ബോണ്ട് തന്നെയായിരിക്കും ഈ വായനയാണ് ലഹരി എന്നീ ഒരു ആശയം. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ടാണ് ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സിലേക്ക് ചെറു കഥകൾ കയറി വരുന്നത്. അത് സിനിമയുടെ വിഷ്വലൈസേഷനിൽ നിന്നായിരിക്കും എനിക്ക് ചിലപ്പോൾ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് പറയാൻ ആഗ്രഹം, എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ അച്ചാച്ചിയും, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അച്ചാച്ചിയും പകർന്നു നൽകിയ സ്നേഹവും ആ സ്നേഹത്തിൻ്റെ വിരൽത്തുമ്പുകൾ പിടിച്ച് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന കഥകളാണെന്ന് പറയാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം. അവരുടെ പുസ്തകമായിരുന്നു, അവരുടെ ജീവിത പുസ്തകമായിരുന്നു ഞാൻ ആദ്യമേ വായിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ പരം പവർഫുള്ളായിട്ടുള്ളൊരു പുസ്തകം വേറെ എവിടെയും കിട്ടത്തില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഈ ഒരു മഹത്തായ സെഷൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ എനിക്ക് ചെറിയ ഒരു ദൗത്യം ചെയ്യണം. വേറൊന്നുമല്ല, ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട മാതാവിൻ്റെ അഡ്വക്കേറ്റ് മിനി അജുവിൻ്റെ പിറന്നാളാണ്. എൻ്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകളമ്മ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ടാണ് ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സിലേക്ക് കഥകൾ കയറി വരുന്നത്. അപ്പോൾ ഞാൻ ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ മനസ്സിൽ. ഏതൊരു കഥകളും എൻ്റെ മനസ്സിലേക്ക് കയറി വരാനുള്ള ഒരു ഊർജ്ജമുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ഹൊറർ ജോണർ എന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജോണറിലേക്ക് എന്നെ ഒരുപാട് അട്രാക്റ്റഡ് ആവുന്നത്. അതിലേറ്റവും കൂടുതൽ പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ അച്ഛനാണ്. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ദ കോൺജ്യൂറിങ് എന്ന് പറഞ്ഞ സിനിമ കാണിച്ചുകൊണ്ടായിരുന്നു എനിക്ക് ആദ്യമായിട്ട് ഹൊററിലേക്കൊരു ഇഷ്ടം പകർന്നു നൽകിയത്. അപ്പോൾ തൊട്ടാണ് ഹൊറർ കാര്യങ്ങളിലേക്ക് ഞാൻ കൂടുതൽ അട്രാക്റ്റഡ് ആവുന്നത്. അപ്പോൾ തന്നെ ഞാൻ ഈ ഹൊറർ പരമായിട്ടുള്ള എന്തെങ്കിലും ഒരു വിഷ്വൽ കാണുമ്പോൾ തന്നെ എന്തെങ്കിലും ഞാൻ അവിടെ കുറിക്കും. എന്തെങ്കിലും ചെറു കഥകളോ വലിയ കഥകളോ അപ്പം തന്നെ ഞാൻ അവിടെ എഴുതി വെക്കും. അതായിരുന്നു അച്ഛൻ്റെ വാക്ക്. എന്ത് നമ്മുടെ മനസ്സിലേക്ക് വന്നാലും, ഏത് വലിയ എമർജൻസി സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴാണെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ ഒരു ചെറിയ പേപ്പർ എന്നല്ല, നമ്മുടെ മനസ്സിൽ തന്നെ കുറിച്ച് വയ്ക്കുക. അതുതന്നെയാണ് ഏറ്റവും വലിയൊരു ശക്തി. അപ്പോൾ അങ്ങനെ കുറിച്ച് വെച്ച് പതിയെ എന്തുകൊണ്ട് ഒരു സിനിമ എഴുതിക്കൂടാ എന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ആദ്യമായിട്ട് 12 സീനുകളുള്ള ഒരു ഫിലിം സ്ക്രിപ്റ്റാണ് ഞാൻ എഴുതുന്നത്. അതൊരു ഹൊറർ ജോണറിലുള്ള ഒരു സിനിമയുടെ സ്ക്രിപ്റ്റായിരുന്നു എൻ്റെ മനസ്സിലേക്ക് ആ ഒരു മൊമെൻറ്റിൽ കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതായിരുന്നു 12 സീനുകളുള്ള ഒരു പേജിൽ, ഒരു 1 ലൈൻ ബുക്കിൽ ഞാൻ എഴുതിയിരുന്നത്. ഇപ്പോൾ ആ ബുക്ക് ബൈൻഡ് ചെയ്ത് ഒരു ബുക്കായിട്ട് ഞാനിപ്പോൾ സൂക്ഷിക്കുന്നു. പക്ഷേ ആ ബുക്കിന് മറ്റാർക്കും അനുവാദമില്ല കേട്ടോ. എൻ്റെ അച്ഛനും എൻ്റെ അമ്മയ്ക്കും അച്ചാച്ചിക്കും പിന്നെ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രമേ ഉള്ളൂ ആ ബുക്കിനുള്ള അനുവാദം. പിന്നെ എൻ്റെ മനസ്സിന് അനുവാദമുണ്ട്, എനിക്കും അനുവാദമുണ്ട്. പിന്നെ സ്കൂൾ പഠനം വളരെ വളരെ വിശിഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. നമ്മൾ ഒരുപാട് പഠിക്കുന്നു സ്കൂളുകളിൽ നിന്ന്, ഒരുപാട് കുട്ടികളെ നമ്മൾ കാണുന്നു, ഒരുപാട് എൻവയോൺമെൻറ്റ് നമുക്ക് പരിചയപ്പെടുന്നു. നമ്മൾ ഓരോ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ എൻവയോൺമെൻറ്റ് നമ്മൾ കണ്ട് നമ്മൾ പറയാറില്ലേ, ഇത് കൊള്ളാം, അത് കൊള്ളാം, ഇത് എൻ്റെ നാട്ടിൽ ഇതില്ലല്ലോ. അതേപോലെയാണ് സ്കൂളിൽ ആദ്യമായിട്ട് പോകുമ്പോഴും
ഞാൻ ആദ്യമായിട്ട് 1ാം സ്റ്റാൻഡേർഡിൽ പോകുമ്പോഴുള്ള ഒരു ചെറിയൊരു കാര്യം പറയാം. ഞാൻ കരഞ്ഞുകൊണ്ട് എൻ്റെ അമ്മയുടെ അടുത്തേക്കാണ് ആദ്യം ഓടിയത്. എനിക്ക് സ്കൂൾ പറ്റില്ല, എനിക്ക് സ്കൂൾ വേണ്ടെന്ന്. അങ്ങനെ വന്ന് നിന്നാണ് പിന്നെ ആ സ്കൂളിൽ ഒരുപാട് ബോണ്ടുകൾ ഉണ്ടാക്കുക, ടീച്ചർമാരായിട്ട് ഒരുപാട് ബോണ്ട് ഉണ്ടാവുക, അവിടുത്തെ പ്രിൻസിപ്പളായിട്ട് ബോണ്ട് ഉണ്ടാവുക, അങ്ങനെ പക്ഷേ ഇതിൻ്റെ എല്ലാം ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് എവിടെയാണ്? നമ്മൾ കരഞ്ഞുകൊണ്ട് ഓടുകയാണ് ആദ്യം ഞാൻ ചെയ്തത് അതാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിന് പറയാൻ സാധിക്കുന്നത് ഏതൊരു ഇമോഷനും അതിൻ്റേതായിട്ടുള്ളൊരു ശക്തിയുണ്ട്. ഇപ്പം നമ്മൾ പേടിക്കുക, അതൊരു ഇമോഷനാണ്. ഇപ്പം നമ്മൾ സ്മൈൽ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ സന്തോഷമാവുക, അല്ലെങ്കിൽ നമ്മൾ കരയുക, ഈ ഓരോ ഇമോഷനും ഓരോ പവേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ പവർ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് വേറൊരു സ്വർഗ്ഗ ലോകത്തേക്കായിരിക്കും. നരകലോകവുമാകാം. ഒരിക്കലും നരകം നമ്മളെപ്പോഴെന്തുവാ പറയുന്നത്? സ്വർഗമാണ് എപ്പോഴും വലുതെന്നല്ലേ? പക്ഷെ നരകത്തിലും സ്വർഗം കണ്ടെത്തുന്നതാണ് യഥാർത്ഥ സന്തോഷം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പിന്നെ 5ാം സ്റ്റാൻഡേർഡിൽ തുടങ്ങുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റോറീസ് എഴുതുന്നത്, ഹൊറർ സ്റ്റോറീസ്. അത് ഞാൻ റഫ് നോട്ടിൻ്റെ ബാക്കിലായിരുന്നു, ഒരു രസം എന്ന് പറഞ്ഞ രീതിയിലാണ് ഞാൻ എഴുതി തുടങ്ങിയിരുന്നത്. പക്ഷേ ആ രസത്തിലും ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇടയ്ക്ക് അച്ചാച്ചിക്കും വായിച്ച് കേൾപ്പിക്കാറുണ്ടായിരുന്നു ഈ കഥകൾ. അപ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും ആ ഒരു സമയത്ത് എന്നെ ഏറ്റവും പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നത് എൻ്റെ അച്ഛൻ്റെ ആ ഒരു കണ്ണുകളായിരുന്നു, ആ കണ്ണുകളുടെ നീക്കം. ഞാൻ ഓരോ കഥകൾ പറയുമ്പോഴും കേട്ടിങ്ങനെ ഇരിക്കുവാണ് ഒരു സ്ഥലത്ത്. അപ്പോൾ അതിൽ എനിക്ക് കിട്ടുന്ന സന്തോഷം, ആ ഒരു ഇമോഷൻ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ ഇമോഷനും ഓരോ പവറുണ്ട്. ഏതൊരു ഇമോഷനാണെങ്കിലും, ഫിയർ ആയിക്കോട്ടെ, സാഡ്നെസ് ആയിക്കോട്ടെ, ഏതൊരു ഇമോഷനാണെങ്കിലും ഒരു പവറുണ്ട്. ആ പവർ നമ്മൾ കണ്ടെത്താൻ സാധിക്കുക. ഏതൊരു ഇമോഷനിലാണെങ്കിലും, ഇപ്പം നമ്മളുടെ ഒരു വിശിഷ്ട ഒരാൾ മരിച്ചിട്ട് നമ്മളിരുന്ന് കരയുവാണെങ്കിൽ പോലും അതിന് പോലും ഒരു പവറുണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ നമ്മൾ കരയുവാണെങ്കിൽ നമ്മളുടെ ആ ഒരു കണ്ണുനീരൊരു ഓഷ്യനാക്കി ആ കണ്ണുനീരിൽ കൂടെ സെയിൽ ചെയ്ത് പോവുക നമ്മുടെ ഡ്രീമിലേക്ക്. നമ്മൾ കരയുവാണെങ്കിൽ ആ കണ്ണുനീരുകൾ നമ്മളൊരു ഓഷ്യനാക്കുക, ആ ഓഷ്യനിൽ നിന്ന് സെയിൽ ചെയ്ത് നമ്മുടെ സ്വപ്നത്തിലേക്ക് എത്തുക, അല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തിലേക്ക് എത്തുക. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ അപ്പോൾ 5ാം സ്റ്റാൻഡേർഡിൽ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് ഈ ചെറു കഥകൾ എഴുതുന്നത്. ആ കഥകൾ അമ്മയ്ക്കും അച്ഛനും അതേപോലെ തന്നെ അച്ചാച്ചിക്കും വായിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ 7ാം സ്റ്റാൻഡേർഡിലേക്ക് പഠിക്കുമ്പോഴാണ് അച്ഛൻ എനിക്കൊരു ഐഡിയ പറഞ്ഞു തരുന്നത്, എന്തുകൊണ്ട് നമ്മൾ ഈ ചെറു കഥകൾ ഒന്ന് പുസ്തകമാക്കിക്കൂടാ എന്നൊരു ഐഡിയ. പക്ഷേ ആ സമയത്ത് ഞാൻ വളരെ അതിശയനായിരുന്നു. ഒരു പുസ്തകമോ? ഞാൻ ഇത് ഒരിക്കലും പുസ്തകത്തിന് വേണ്ടി എഴുതിയിരുന്നതല്ല. അച്ഛനെ അമ്മേനെ, പ്രത്യേകിച്ച് അച്ഛനെ കേൾപ്പിക്കാനുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു ഞാൻ ഇതെല്ലാം എഴുതിയിരുന്നത്. അച്ഛനെ അമ്മേനെ കേൾപ്പിച്ചു കൊടുക്കാനുള്ളൊരു സന്തോഷം, ഇങ്ങനൊരു സൃഷ്ടി എനിക്കുണ്ട് എന്ന് പറയുമ്പോഴുള്ളൊരു സന്തോഷം, അതിനു വേണ്ടി തന്നെ ആയിരുന്നു ഞാൻ ഈ കഥകൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് അച്ഛൻ ഇങ്ങനൊരു സംഭവം, ഇങ്ങനൊരു ആവശ്യം ഉന്നയിക്കുമ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ പകച്ചിങ്ങനെ നിന്നു. ഒരു ബുക്കിന് വേണ്ടുന്ന കഥകളൊന്നും ഇല്ല അതിൽ. പക്ഷെ അച്ഛൻ്റെ പോയിന്റിൽ തന്നെ ഡിറ്റർമൈൻഡ് ആയിട്ടിരുന്നു. ബുക്ക് ഇറക്കണമല്ലോ, നിൻ്റെ ഈ ഒരു കഴിവ് ലോകമെമ്പാടും അറിയണം. പക്ഷേ അത് അസാധ്യമായിട്ട് സംഭവിക്കാൻ പറ്റിയിരുന്നില്ല. കാരണം ആ ഒരു സമയത്ത് ലോകം നിശ്ചലമായിരുന്ന സമയമായിരുന്നു. ഞാൻ 7th പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കോവിഡ് കാലം. പക്ഷെ അത് നടന്നില്ല. ശേഷം 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ആദ്യ കഥാസമാഹാരമായ 46 ഹൊറർ ഷോർട്ട് സ്റ്റോറീസ് ഉള്ള ദ സ്ട്രിംഗ് പ്രസിദ്ധീകരിക്കുന്നത്. ബുക്സ്കം പബ്ലിഷേഴ്സ് ആയിരുന്നു അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മുന്നേ ഈ കവർ ഡിസൈൻസ് ഒക്കെ നമുക്ക് നേരത്തെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ കവർ ഡിസൈൻസ് കിട്ടിയപ്പോൾ ആക്ടർ ഡയറക്ടർ ബേസിൽ ജോസഫ് സാറായിരുന്നു ആദ്യമായിട്ട് കവർ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം അതേപോലെ തന്നെ ഫേസ്ബുക്ക് വഴി അത് വേദിയിലേക്ക് വേൾഡ് വൈഡായിട്ട് എത്തിച്ചത്. അപ്പോൾ ആ ഒരു മൊമെൻറ്റിലും എനിക്ക് കിട്ടിയ സന്തോഷവും മോട്ടിവേഷനും പറഞ്ഞറിയിക്കാൻ പോലും കഴിയാത്തതായിരുന്നു. ഇങ്ങനെ ഒരു ചെറിയ ബുക്ക് കൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ നേടിയെടുക്കുക എന്ന് ഞാൻ പോലും ചിന്തിച്ചു. ഒരു ഓതർ എന്നുള്ള നിലയിൽ ഇത്രയും പവർ കിട്ടുമോ? ഒരു ഓതർ എന്നുള്ള ഒരു വ്യക്തിക്ക് ഇത്രയും പവർ കിട്ടുമോ? അതായിരുന്നു എൻ്റെ മനസ്സിൽ അന്നുണ്ടായിരുന്ന ചോദ്യം. ഞാൻ അച്ഛനടുത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഓതർ എന്നുള്ള നിലയിൽ ഇത്രയൊക്കെ പവർ ഉണ്ടോ? വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ ഒരു ഓതറാണെന്ന് പറയുമ്പോൾ അവരുടെ ഒരു ബഹുമാനം, അവരുടെ കണ്ണുകളാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അവരുടെ ബഹുമാനപൂർവ്വമായിട്ടുള്ള അവരുടെ കണ്ണുകൾ കാണാൻ മനസ്സിലാവും. ഇദ്ദേഹം ഓതറാണ് അങ്ങനെ പറയുമ്പോഴുള്ള അവരുടെ കണ്ണുകളാണ് ഞാൻ ശ്രദ്ധിച്ചിരുന്നത്. അപ്പൊ ഇത്രയും പവർ ഒരു ഓതർ എന്നുള്ള ഒരു ലേബലിന് ഉണ്ടാകും എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. അത് എൻ്റെ അച്ഛനിലൂടെ ആയിരുന്നു ഞാൻ അറിഞ്ഞത്. അപ്പൊ എൻ്റെ ഒരു ജേണി ഭയങ്കര ഒരു ഓഷ്യൻ പോലെ ആയിരുന്നു. വലിയ വേവുകൾ വരും, അതേപോലെ തന്നെ ചെറിയ വേവുകളും വരുന്ന രീതി കൂടെ ആയിരുന്നു എൻ്റെ ജീവിതം. പക്ഷെ അതിൽ ചെറിയ വേവുകൾ വന്നപ്പോൾ ഞാൻ ഒരിക്കലും തളർന്നിരുന്നില്ല.
കാരണം എൻ്റെ പാരൻസ് കാരണം. നമ്മൾ എപ്പോഴും ചെറിയ വേവ് വരുമ്പോൾ നമ്മൾ നേരെ ഓഷ്യനിലേക്ക് ഓടി കയറുകയല്ലേ. ഇപ്പൊ വലിയ വേവ് ഇല്ല, ഇപ്പൊ ചെറിയ വേവാണ്. നമുക്ക് നമ്മുടെ കാല് നനയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ ശരീരം നനയ്ക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ഓടി കയറുകയല്ലേ ചെയ്യുന്നത് ചെറിയ വേവ്സ് വരുമ്പോൾ. പക്ഷെ പെട്ടെന്ന് വലിയ വേവ്സ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് ബാക്കിലോട്ടങ്ങ്, അയ്യോ വലിയ വേവ്, എന്നെ ചിലപ്പോൾ തിരുമാലയങ്ങ് എടുത്തുകൊണ്ട് പോകും എന്ന് പറയും. പക്ഷേ ആ വലിയ വേവ്സ് വരുമ്പോൾ എൻ്റെ ആ ചെറിയ വേവ്സിൻ്റെ ഇടയ്ക്ക് ആ വലിയ വേവ് ക്രിയേറ്റ് ചെയ്ത ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു. അതേപോലെ തന്നെ സ്കൂൾ പഠനം ഏതൊരു വ്യക്തിക്കും അവർക്ക് ചിന്ത നൽകും. അതേപോലെ തന്നെ അവർക്ക് ഒരു സൃഷ്ടി, അവരുടെ മനസ്സിനെ തന്നെ ഒരു ക്ലേ മോഡൽ പോലെ രൂപപ്പെടുത്തും. അതാണ് സ്കൂൾ പഠനം എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ ലോ പോയിൻറ്റ്സ് വരുമ്പോഴില്ലേ, നമ്മൾ ആ ലോ പോയിൻറ്റ്സിനെ ഒരിക്കലും തള്ളിക്കളയരുതെന്നാണ് ഞാൻ പറയുന്നത്. നമ്മളെപ്പോഴും ഹൈ പോയിൻറ്റ്സിന് വേണ്ടിയായിരിക്കും നമ്മൾ എപ്പോഴും എയിം ചെയ്യുന്നത്. ഇപ്പോൾ സ്കൂൾ പഠനത്തിലാണെങ്കിൽ നമ്മളെപ്പോഴും 100ന് 100, അല്ലാതെ എനിക്ക് വേണ്ട, എനിക്ക് 99 വേണ്ട, 100ന് 100 തന്നെ മതി എന്നാണ് നമ്മുടെ മനസ്സിനെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. പാരൻസും അങ്ങനെയാണ് പറയുന്നത്. അത് ഒരിക്കലും ഒരു മോശമൊന്നുമല്ല, നിങ്ങൾ 100ന് 100 വാങ്ങണം തീർച്ചയായിട്ടും. പക്ഷെ അപ്പോഴും നമ്മുടെ മനസ്സിൽ പറയുന്നത് എന്താ, എനിക്ക് 98 വേണ്ട, എനിക്ക് 99 വേണ്ട, 100ന് 100 തന്നെ വേണം എന്നാണ്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ മറ്റൊരു കുട്ടി ഒരു വിഷയത്തിന് തോക്കുമ്പോൾ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് തോറ്റ് താഴോട്ട് പോകുമ്പോൾ, ഞാൻ ചില എല്ലാ ടീച്ചർമാരും ഞാൻ ഒരിക്കലും പറയില്ല, ചില ടീച്ചർമാർ അവരെ പോയി ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ആദ്യത്തെ തോൽവിയല്ലേ, തോൽവിയിൽ നിന്ന് നമ്മൾ വളരണം, തോൽവിയിൽ നിന്ന് നമ്മൾ പഠിച്ച് വിജയ വഴിയിലോട്ട് പോകണം. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് വിക്ടറി ഈസ് ബെസ്റ്റ് ഫ്രണ്ട് ഈസ് ഫെയിലിയേഴ്സ്. വിക്ടറി ഫെയിലിയർ ഇല്ലാതെ ഒരിക്കലും ഇല്ല. അവർ രണ്ടുപേരും നല്ല ക്ലോസ് കണക്ഷനാണ്, ഒരു ക്ലോസ് ബോണ്ടിങ് ആണ് ഫെയിലിയറും വിക്ടറിയും തമ്മിൽ. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ വിക്ടറി ഇല്ലാതെ ഒരിക്കലും ഫെയിലിയേഴ്സ് ഇല്ല, അതേപോലെ തന്നെ ഫെയിലിയർ ഇല്ലാതെ ഒരിക്കലും വിക്ടറി ഇല്ല. പിന്നെ നമ്മൾ പറയാറുണ്ട്, നമ്മളെപ്പോഴും നമ്മുടെ ടാലൻറ്റ്, നമ്മുടെ ആംബിഷൻ എപ്പോഴും ഗൈഡ് ചെയ്ത് പോകുന്നത് ഒരു വെളിച്ചമേറിയ ഒരു സ്ഥലത്ത് കൂടെ ആയിരിക്കണം എന്ന്. പക്ഷെ ഞാൻ അതിൽ വിശ്വസിക്കുന്നത്, എന്തുകൊണ്ട് ഡാർക്ക്നെസ്സിൽ കൂടെ ആയിക്കൂടാ? നമ്മൾ എന്തുകൊണ്ട് എപ്പോഴും വെളിച്ചത്തിൽ കൂടെ മാത്രം നമ്മുടെ ടാലൻറ്റ് അല്ലെങ്കിൽ നമ്മളെ തന്നെ ഗൈഡ് ചെയ്ത് പോകുന്നു? അത് ഡാർക്ക്നെസ്സിൽ കൂടെ ആവാം. കാരണം എന്ന് വെച്ചാൽ ഈ ഡാർക്ക്നെസ്സും ലൈറ്റും രണ്ട് വേറെ വേറെ ഒരു എലമെൻറ്റ്സ് ആണല്ലോ. പക്ഷേ ഈ ഡാർക്ക്നെസ്സിന് ലൈറ്റിനെ കാട്ടിയും പവറുണ്ട്. അത് നമ്മളാരും അറിയാത്തതാണ്. ഡാർക്ക്നെസ്സിന് അതിൻ്റേതായിട്ടുള്ള പവറുണ്ട്, ലൈറ്റിന് അതിൻ്റേതായിട്ടുള്ള പവറുണ്ട്. പക്ഷേ ഇതിൽ നമ്മുടെ ടാലൻറ്റ് ഗൈഡ് ചെയ്ത് പോകുമ്പോൾ ലൈറ്റും ഡാർക്ക്നെസ്സും ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് നമ്മൾ നീങ്ങിക്കഴിഞ്ഞാൽ അതൊന്ന് വേറെ ആയിരിക്കും അല്ലേ. പക്ഷെ നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് നമ്മുടെ ടാലൻറ്റ് ഗൈഡ് ചെയ്യാം. APJ അബ്ദുൽ കലാം സാറ് ഇരുണ്ട വെളിച്ചത്തിൽ ഇരുന്നാണ് പഠിച്ച് വലിയ മഹാനായത്. അപ്പോൾ അതേപോലെ നമുക്ക് രണ്ട് കമ്പൈൻ ചെയ്യാം, നമുക്ക് ഡാർക്ക്നെസ്സും കമ്പൈൻ ചെയ്യാം, ലൈറ്റും കമ്പൈൻ ചെയ്യാം. അപ്പോൾ ഇത് രണ്ടിലും കൂടെ നീങ്ങി പോകുമ്പോഴും ഒരുപാട് വ്യക്തികൾ ഒരുപാട് വലിയ ആൾക്കാരാവുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, നിങ്ങൾ ഇരുണ്ടൊരു വെളിച്ചത്തിലാണെങ്കിൽ, ഏറ്റവും ഡാർക്ക്നെസ് ഫിൽഡ് ആയിട്ടുള്ളൊരു മൊമെൻറ്റിലാണെങ്കിലും ആ ഡാർക്ക്നെസ്സിൻ്റെ വഴി കൂടെ നീങ്ങുക. എത്ര ഇരുണ്ട വെളിച്ചമാണെങ്കിലും, എത്ര ഇരുട്ടാണെങ്കിലും, എത്ര ഇരുളാണെങ്കിലും ആ ഡാർക്ക്നെസ്സിൽ കൂടെ തന്നെ നീങ്ങിപ്പോവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. പക്ഷെ ലൈറ്റ് എന്ന് പറഞ്ഞ് ഒരു മോശ എനർജിയോ അങ്ങനെ ഒന്നുമല്ല. ഞാൻ ഡാർക്ക്നെസ്സിനെ പറയുന്നതേ ഉള്ളൂ. ഡാർക്ക്നെസ്സിനും അതിൻ്റേതായിട്ടുള്ളൊരു പവറുണ്ട്. ഓരോ എലമെൻസിനും ഓരോ പവറില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമോഷൻസ്, അതേപോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതേപോലെ തന്നെ ഈ സ്കൂൾ പഠനകാലത്ത് ഒരുപാട് റൈറ്റിംഗ് ടാലൻറ്റുകളുണ്ട്, എഴുതാൻ കഴിവുള്ളവരുണ്ട്, വായിക്കാൻ കഴിവുള്ളവരുണ്ട്. അപ്പം നമ്മൾ അവരെയും പ്രൊമോട്ട് ചെയ്യണം. ഇന്നിപ്പം നമ്മളുടെ ഓഡിയൻസിൻ്റെ ഇടയിൽ തന്നെ ധാരാളം ആൾക്കാർ കാണും, എഴുതാൻ കഴിവുള്ളവരെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അവർ ഒന്ന് ബ്രോട്ടപ്പ് ആവാത്തതാണ് എഴുത്തിലേക്കും വായനയിലേക്കും. ഒരു കിക്ക് സ്റ്റാർട്ടില്ലേ, ആ കിക്ക് സ്റ്റാർട്ട് കിട്ടാത്തതാണ് ഈ എഴുത്തും വായനയിലേക്കും. അതേപോലെ തന്നെ ഈ കേരള ലെജിസ്ലേച്ചർ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൻ്റെ ആശയം മൈഗ്രേറ്ററി ബേർഡ്സ് എന്ന് പറയുമ്പോൾ വേറെ സ്ഥലത്ത് നിന്ന് നമ്മുടെ രാജ്യത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന ബേർഡ്സ്. അത് കേരള സർക്കാർ ആ ഒരു ലാംഗ്വേജിനെ ഉപയോഗിച്ചിരിക്കുന്നത് പുസ്തകങ്ങളായിട്ടാണ്. പുസ്തകങ്ങൾ മറ്റൊരു ഡിഫറെൻറ്റ് കൾച്ചർ, ഡിഫറെൻറ്റ് ശൈലിയിലുള്ള പുസ്തകങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് പല ജോണേഴ്സ് ഉണ്ട്, പല ടേസ്റ്റിലുള്ള പുസ്തകങ്ങളുണ്ട്. അപ്പോൾ ആ പുസ്തകങ്ങളെല്ലാം വേറെ രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തിലേക്ക് മാത്രമല്ല ഏതൊരു കോണിലും ഏതൊരു ദിക്കിലേക്കും പറന്ന് ചെല്ലുമ്പോൾ
അവരുടെ അക്ഷരച്ചിറകുകൾ കൊണ്ട് പറന്ന് ചെല്ലുമ്പോൾ ആ ഒരു പ്ലേസിന് ഒരു ഡിവൈൻ കൊടുക്കുന്നുണ്ട്. ഓരോ ബുക്കും ഓരോരോ സെക്ഷൻസ് അല്ലേ കണ്ടെയ്ൻ ചെയ്യുന്നത്. അതിൻ്റെ അടുത്ത കണ്ടൻറ്റ് ചിലപ്പോൾ ഒരു കോഡ് ബുക്കായിരിക്കും, ചിലപ്പോൾ ഒരു നീണ്ട നോവലായിരിക്കും, ചിലപ്പോൾ ഒരു ചെറിയ കഥയായിരിക്കും. എന്താണേലും അതിൽ അക്ഷരങ്ങൾ തന്നെയാണുള്ളത്. ആ ഒരു അക്ഷരം മതി, ഒരു വേർഡ് മതി ഒരു ലോകത്തിനെ തന്നെ മാറ്റിമറിക്കുക. അതേപോലെ തന്നെ അവരുടെ ആ പുസ്തകങ്ങളുടെ അക്ഷരച്ചിറകുകൾ കൊണ്ട് പറന്ന് ആ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാറ്റം ഉണ്ടല്ലോ, നമുക്കിങ്ങനെ കാണാം. ആ ഒരു ഏതൊരു ദിക്കിലും ഏതൊരു കോണിലും അതുണ്ടാക്കുന്ന മാറ്റം നമുക്കറിയാൻ കഴിയും. അതാണ് ഈ ബഹുമാനപ്പെട്ട കേരള സർക്കാർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ആശയം. ആ KLIBF-ൻ്റെ മേളിലുള്ള ആ കിളികൾ, മൈഗ്രേറ്ററി ബേർഡ്സ്, അവർ പറന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നതാണ്. നമ്മൾ ആ ബേർഡ്സിനെ ജസ്റ്റ് മൈഗ്രേറ്റഡ് ആയിട്ട് മാത്രം കാണല്, അവർ പറന്ന് നമ്മുടെ മനസ്സിലേക്കും കൂടെ എത്തണം. അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാനുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇവിടെ ഒരുപാട് ഹിഡൻ ടാലൻസ് ഉണ്ടെന്ന്. തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് ഹിഡൻ ടാലൻസ് ഉണ്ട്. അതിൽ ഏജ് ലിമിറ്റ് ഇല്ല. ടാലൻറ്റിന് ഒരിക്കലും ഏജ് ലിമിറ്റ് ഇല്ല. നമ്മൾ ഏതൊരു ഏജ് ലിമിറ്റിലാണെങ്കിലും ടാലൻറ്റിനെ നമ്മൾ പുഷ് ചെയ്യണം. ഏതൊന്നുമില്ല, 1 വയസ്സുള്ള കുട്ടിയായിക്കോട്ടെ, 2 വയസ്സായിക്കോട്ടെ, കൂടിപ്പോയാൽ എന്താ പ്രായം കൂടിയ ആളായിക്കോട്ടെ, ഒരു മുത്തശ്ശി ആയിക്കോട്ടെ, ഒരു മുത്തശ്ശനായിക്കോട്ടെ, ഏതൊരാൾക്കാർക്കാണെങ്കിലും അവർക്കൊരു അംബീഷൻ ഉണ്ടാവും, അവർക്കൊരു ടാലൻ്റ് ഉണ്ടാവും. നമ്മൾ ആ ടാലൻറ്റ് പുഷ് ചെയ്യുക. എത്രത്തോളമാണെങ്കിലും നമ്മളത് പുഷ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ എനിക്കൊരു കൊച്ചു മിടുക്കനെ ഇവിടെ പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഈയിടെ പരിചയപ്പെട്ട ധ്രുബ എ യുവാൻ. 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ക്രൈസ്റ്റ് നഗർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അദ്ദേഹം എഴുതിയ ഒരു ചെറുകഥ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. Once upon a time, John C. Granny kidnapped him. He went to storeroom to get broom and weapon. There Granny come. John opened weapon. Then he shoot Granny. He went down. Angelina spider come to kill him. ഇതൊരു ചെറു കഥയാണ്. അവൻ ധാരാളം കഥകൾ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ പിക്ക് ചെയ്തൊരു ചെറു കഥയാണ്. ഈ കഥയിൽ എന്താ സ്പെഷ്യൽ എന്ന് പറയാമോ? തീർച്ചയായിട്ടും ഗ്രാമർ മിസ്റ്റേക്സ് കാണാം, തീർച്ചയായിട്ടും ഒരു കണക്ഷൻ കാണില്ല. പക്ഷേ ഇതിൽ ഞാൻ കണ്ടെത്തിയിരിക്കുന്ന ഒരു സ്പെഷ്യാലിറ്റി എന്തെന്നറിയാമോ? അവൻ എഴുതിയിരിക്കുന്ന ആ ഒരു ശൈലിയാണ്, അവൻ്റേതായിട്ടുള്ള മനസ്സിൽ നിന്ന് തന്നെ വന്ന ഒരു ശൈലി. അത് തീർച്ചയായിട്ടും നമുക്ക് എൻകറേജ് ചെയ്യേണ്ടത് തന്നെ ഇരിക്കുന്നു. തീർച്ചയായിട്ടും ഇതേപോലത്തെ ടാലൻറ്റുകൾ കൂടുതൽ വളർന്നു വരിക, അത് തന്നെ എനിക്കും പറയാനുള്ളത്. കാരണം അവൻ ഈ ഒരു പ്രായത്തിൽ തന്നെ ഈ ഒരു ചെറു കഥ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇനി ഒരു 15 വയസ്സോ അല്ലെങ്കിൽ ഒരു 12 വയസ്സ് വേണ്ട, ഇനി ഒരു 10 വയസ്സാകുമ്പോൾ അവൻ ചിലപ്പോൾ ഒരു വലിയ നീണ്ട പുസ്തകം തന്നെ ഇറക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഇതേപോലത്തെ കഴിവുകൾ തീർച്ചയായിട്ടും മുന്നിലേക്ക് വരണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന്. തീർച്ചയായിട്ടും ഏജ് വേറൊരു നമ്പറാണ്, പക്ഷേ സേർട്ടൺ ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലേ? ഇപ്പം നമുക്ക് ഒരു വണ്ടി എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വണ്ടി പഠിക്കണമെങ്കിൽ 18 വയസ്സിന് താഴെ, അങ്ങനെ ചെറിയ ഏജ് ലിമിറ്റുകളുണ്ട്. ശരിയാണ്, നമ്മൾ റൂൾസ് ഫോളോ ചെയ്യണം. പക്ഷേ ഇത്തരത്തിലുള്ള അംബീഷൻസ്, ഇത്തരത്തിലുള്ള ടാലൻറ്റുകളിന് ഒരിക്കലും ഏജ് ലിമിറ്റില്ല. അത് ഏതാണെങ്കിലും, ചെറിയ കുട്ടിയാണെങ്കിലും വലിയ ഒരു മുതിർന്ന ഒരാളാണെങ്കിലും എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു സെഷൻ എനിക്ക് ഒരു കോട്ടിലൂടെ അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. വാട്ട് എവർ ഐ ഡിഡ്ന്റ് നോ ഐ അച്ചീവ്ഡ് ഈസ് ഓൾവേസ് വാട്ട് ഐ അച്ചീവ്ഡ്. ആൻഡ് എനിക്ക് ഒരു റെസ്പെക്റ്റ് നോട്ടുണ്ട്, എനിക്കൊരു താങ്ക് യു നോട്ടുണ്ട്. I would like to thank the Government of Kerala for this fascinating International Literature Festival, and my sincere gratitude to Speaker Mr. A.N. Shamsir, Deputy Speaker Mr. Chittayan Gopakumar, Secretary Dr. N. Krishnakumar, Deputy Secretary Mr. M.S. Vijayan, Additional Private Secretary Mrs. V.P. Devagi Unni, Taluk Library Council Mr. J.C. Anil, my mentor author Ashwin Raj. And I deeply share my love and respect to all the staffs and members who gave their maximum effort to make this entire event shine like a diamond. The press and media for their continuous effort throughout the journey. My deepest respect and gratitude to each and everyone who have summoned here to hear my event. Thank you. Thanks a lot. അടുത്ത ബുക്ക് ഏതാണ്?
ചേച്ചി എനിക്ക് അന്ന ചേച്ചി അല്ലേ? അതെ അതെ. ചേച്ചി അല്ലേ ബറോസിൽ മെയിൻ ക്യാരക്ടറിന് ഇസയ്ക്ക് സൗണ്ട് നൽകിയത്? അതെ അതെ. ഫിലിം കണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവട്ടെ. ഐ തിങ്ക് ആൻറ്റിക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്, അതിനുശേഷം ഞാൻ ചോദിക്കും. ഓക്കെ ഓക്കെ. അടുത്ത ബുക്ക് ഏതാണ്? എന്താണ് കണ്ടന്റ്? മനസ്സിൽ ആശയമുണ്ടോ അടുത്ത പുസ്തകത്തെക്കുറിച്ച്? ആദ്യം തന്നെ ചോദ്യത്തിന് ഒരുപാട് നന്ദി. അടുത്ത ബുക്ക് ഹൊറർ ജോണർ അല്ല, റൊമാൻറ്റിക് ജോണർ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ആശയം ഉണ്ട്, ആശയം എഴുതുമ്പോൾ തന്നെ വരുന്നുണ്ട്. പക്ഷെ എന്നാലൊരു ചെറിയൊരു കട്ടൗട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരുപാട് നന്ദി ചോദ്യത്തിന്. ഹായ് അക്വിൽ. ഹായ്. അക്വിലിൻ്റെ കഥകൾ ഞാൻ കുറച്ച് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നോട്ട് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ എമിലി ഡിക്കിൻസൺ പിന്നെ സിൽവിയ പ്ലാത്ത് പോലുള്ള റൈറ്റേഴ്സിന് അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ഫേവറേറ്റ് ജോണർ ഉണ്ട്. അപ്പോൾ എമിലി ഡിക്കിൻസണും സിൽവിയ പ്ലാത്തിനും ഡെത്ത് ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അതുപോലെ അവർക്ക് ആ ഒരു ഒബ്സഷൻ ഉള്ളതുപോലെ തന്നെ അക്വിലിൻ്റെ ഒരു ഫേവറേറ്റ് സബ്ജക്റ്റാണ് ഹൊറർ. സോ വാട്ട് മേക്സ് യു ഒബ്സെസ്ഡ് വിത്ത് ഹൊറർ സബ്ജക്ട്സ്? ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ അതിന് മെയിൻ ആൾ എൻ്റെ അച്ഛൻ തന്നെയാണ്. 2ാം ക്ലാസ്സിൽ കുടുംബപരമായിട്ട് എല്ലാവരെയും വിളിച്ച് കോൺജൂറിംഗ് എന്ന് പറഞ്ഞ സിനിമയാണ് കാണിച്ചത്. അപ്പോൾ തൊട്ടാണ് എനിക്ക് ആ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ആ ഒരു പ്രായത്തിൽ അപ്പോൾ തൊട്ട് ഈ ഹൊറർ കാര്യങ്ങൾ ഒരുപാട് സെർച്ച് ചെയ്യുമായിരുന്നു. റിയലായിട്ട് ഇത് റിയലാണോ, ആദ്യം നമുക്ക് നമ്മുടെ മനസ്സിൽ ഈ ഒരു ഹൊറർ സംഭവം കാണുമ്പോൾ വരുന്നത് ഇത് ഒറിജിനലാണോ ഇത് ഫേക്ക് ആണോ എന്നാണ്. അപ്പോൾ അതെല്ലാം സെർച്ച് ചെയ്ത്, അതേപോലെ തന്നെ യൂട്യൂബിൽ കുറേ മിത്തുകൾ കിട്ടും, കുറേ അർബൻ ലെജൻഡ്സ്, അതെല്ലാം ഞാൻ കാണുമായിരുന്നു. അതിൽ കൂടെ ഇൻസ്പയർ ചെയ്ത് വന്നതാണ്. പിന്നെ കൂടുതൽ സിനിമ എന്നെ അച്ഛൻ്റെ അടുത്ത് പറയും, ഇതേപോലെ തന്നെ പെൺഡ്രൈവിൽ വേറെയും കുറേ സിനിമകൾ കൊണ്ടുവരണേ, എല്ലാം ഹൊറർ തന്നെ ആയിരിക്കണം എന്ന് ഞാൻ പറയുമായിരുന്നു. അങ്ങനെ കണ്ട് വളർന്ന് വന്നതാണ് ഈ ഒരു ഹൊറർ ജോണറിലേക്ക് ഒരു എന്താ പറയുക, ഒരു അകാലമായ ഒരു ഇഷ്ടം. എന്തോ അതെ അതെ. താങ്ക് യു ചേച്ചി. Akhil, thank you for that inspiring speech. Thank you sir. I think that all children should listen to that speech. Thanks a lot sir. Very motivating ആയിരുന്നു. ഇപ്പോൾ ഹൊററിനെ പറ്റി പറഞ്ഞു, ഇനി അടുത്തത് റൊമാൻറ്റിക് ആണ് അഖിൽ എഴുതാൻ പോകുന്നത് പറഞ്ഞു. അതെ. വാട്ട് യു മോസ്റ്റ് കംഫർട്ടബിൾ വിത്ത്? ഏതായിരിക്കും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ജോണർ? എൻ്റെ ഏറ്റവും ബിക്കോസ് പല ജോണറും ട്രൈ ചെയ്യണം ഡെഫിനറ്റ്ലി, ഒന്നി മാത്രം നിൽക്കാതെ. പക്ഷെ വാട്ട് യു വിൽ ബി മോസ്റ്റ് കംഫർട്ടബിൾ വിത്ത്, ഏതിലായിരിക്കും? എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ടുള്ളത് ഹൊറർ ജോണർ തന്നെയാണ്. അത് മറ്റൊരു ജോണർ എഴുതുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഹൊറർ ജോണറാണെങ്കിൽ പെട്ടെന്ന് ഒരാൾ ഇവിടെ വരുന്നു, ഒരാളെ പേടിപ്പിക്കുന്നു, അങ്ങനെ നമുക്ക് പെട്ടെന്ന് എനിക്ക് എഴുതാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ മറ്റൊരു ജോണറിലേക്ക് കടന്ന് എൻ്റെ കാഴ്ചയോടെ എടുത്ത് വെച്ചപ്പോഴാണ് മനസ്സിലായത് ഓരോ ജോണറിനും ഓരോ ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഓരോ ഫുഡ് കഴിക്കുമ്പോൾ ഓരോ ടേസ്റ്റ് ഇല്ലേ, ചിലത് സ്വീറ്റ് ആയിരിക്കും, ചിലത് സോറായിരിക്കും, ചിലത് ഭയങ്കര സ്പൈസി ആയിരിക്കും. അതേപോലെയാണ് ജോണറുകൾ എനിക്ക്. പക്ഷേ എനിക്ക് ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള ജോണർ ഹൊററാണ്. പക്ഷെ റൊമാൻറ്റിലേക്ക് പോകുമ്പോൾ ഇത്തിരി സോറാവും, അഡ്വഞ്ചറിലേക്ക് പോകുമ്പോൾ കൂടുതൽ സ്വീറ്റ് കൂടും, അല്ലെങ്കിൽ പെട്ടെന്ന് സ്പൈസി ആവും. ജസ്റ്റ് ഒന്ന് ചോദിക്കാനായിരുന്നു മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടി, എങ്ങനെയാണ് എഴുതാനായിട്ട് ആദ്യത്തെ സ്പാർക്ക് എങ്ങനെ? ഇപ്പോൾ പലരും ഇൻസ്പയർ ചെയ്ത് കാണും. ഹൗ ഡു യു കെയിം ടു ദിസ് ഫീൽഡ്? എനിക്കൊരു സ്പാർക്ക് എങ്ങനെ കിട്ടി, അല്ലെങ്കിൽ ഞാൻ ഈ ഫീൽഡിലോട്ട് എങ്ങനെ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പാരൻസിന് തന്നെയാണ്. എൻ്റെ അച്ഛനാണ് അതിൽ മെയിൻ റോൾ, ഒരു മെയിൻ കീ, ആ ട്രഷർ ഒന്ന് ഓപ്പൺ ചെയ്തത്. അത് തന്നെയായിരുന്നു എന്നെ ആദ്യം പേന പിടിക്കാനും അതേപോലെ തന്നെ കുറച്ച് വാക്കുകൾ കുറിക്കാനും എനിക്ക് എൻ്റെ മനസ്സ് ഒന്ന് ഹാർഡനായത്, അല്ലെങ്കിൽ ഒന്ന് സോഫ്റ്റനായത്. ഇങ്ങനെ ഒരു അക്ഷരങ്ങളുടെ ലോകത്തിലേക്ക് പറന്നു പോകാൻ എന്നുള്ളൊരു രീതിയിൽ എൻ്റെ അച്ഛനും എൻ്റെ പ്രിയപ്പെട്ട അമ്മയുമാണ് ഏറ്റവും വലിയ എൻ്റെ ട്രഷർ. എന്നെ തുറന്നത് അവർ രണ്ടുപേരും തന്നെയാണ്. ഹലോ. ഞാൻ അഞ്ജു. ഇപ്പോൾ മോൻ വായിച്ച ആ ഒരു ചെറിയ കഥ എഴുതിയ കുട്ടിയുടെ പേരൻ്റാണ്. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടാണ് അഖിലിനോട് താങ്ക് യു പറയുന്നത്. കാരണം മോനാണ് ദ്രൗപദിനി ഇത് എഴുതാനായിട്ട് പ്രയത്നിച്ചത്. ഭയങ്കര ഇമോഷണലാണ്. താങ്ക് യു. അവൻ എന്തോ ചോദിക്കാൻ തീർച്ചയായിട്ടും കൊടുക്കും. ചേട്ടാ, ഞാൻ എഴുതിയ കഥകൾ മൊത്തം ചേട്ടന് വായിക്കാൻ തരുവാ? തീർച്ചയായിട്ടും. കുറച്ച് ദിവസം കഴിഞ്ഞ് തന്നാൽ മതി, എല്ലാവർക്കും ഒന്ന് വായിച്ചു കൊടുക്കുക. ഞാൻ തീർച്ചയായിട്ടും വായിച്ചു കൊടുക്കാം. മോന് ഇത്ര മാത്രം കഥകൾ എന്നല്ല, എത്ര കഥകൾ വേണമെങ്കിലും, അപ്പം എഴുതിയ കഥകൾ വേണമെങ്കിലും എനിക്ക് തന്നോ, ഞാൻ ആ നിമിഷം തന്നെ വായിക്കാം. അതിലെനിക്ക് ഒരുപാട് സന്തോഷമേ ഉള്ളൂ.
മോൻ ഇനിയും കൂടുതൽ കഥകൾ എഴുതണം കേട്ടോ. കഥകൾ എഴുതിക്കൊണ്ട് തന്നെ ഇരിക്കണം. നന്ദി സാർ. ഇത്രയും നേരം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന മാസ്റ്റർ ആക്വിലിയം അജുവിനെ കേരള നിയമസഭയുടെ ഉപഹാരം സമർപ്പിക്കുന്നതിന് നിയമസഭാ സെക്രട്ടറിയിലെ അഡീഷണൽ സെക്രട്ടറിയും കൾച്ചറൽ കമ്മിറ്റിയുടെ കൺവീനറുമായ ശ്രീ വിജയൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഉപഹാരം സ്വീകരിക്കുന്നതിന് മാസ്റ്റർ എ എം അജുവിനെയും ക്ഷണിക്കുകയാണ്. നന്ദി.